നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എളാട് നിർമ്മിക്കുന്ന ആധുനിക ശ്മശാനത്തിനെതിരെ നാട്ടുകാർ. ശിലാസ്ഥാപനത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നാട്ടുകാർ തടഞ്ഞു. ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരത്തിന് വീണ്ടും നക്ഷത്ര തിളക്കം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറിക്ക് ഓവറോൾ കിരീടം. UP വിഭാഗത്തിൽ കുലിക്കിലിയാട് SAV UP സ്കൂളിനും LP വിഭാഗത്തിൽ പെരുമാങ്ങോട് LP സ്കൂളിനും കിരീടം. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സൻ ഇരട്ട ആനുകൂല്യം പറ്റിയെന്ന പരാതി. CPM-ന് ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള അസഹിഷ്ണുതയെന്ന കോൺഗ്രസ്. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച മുതൽ പെരിന്തൽമണ്ണയിൽ. 2000-ഓളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ 25-ന് ചെറുപ്പശ്ശേരിയിൽ. വിമുക്ത ഭടന്മാർക്ക് അർഹമായ പരിഗണന സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും സംഘടന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എളാട് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന പെട്രോളിയം വാതക ശ്മശാനത്തിന് ശിലാസ്ഥാപനത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നാട്ടുകാർ തടഞ്ഞു. ശ്മശാനം പ്രദേശത്ത് മലിനീകരണ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രസിഡന്റിനെയും സംഘത്തെയും തടഞ്ഞത്. ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ശിലാസ്ഥാപനം നടത്തുവാൻ നാട്ടുകാർ അനുവദിച്ചത്. മുതുകുറിശി എളാട് പ്രദേശത്താണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്മശാനം നിർമ്മിക്കുന്നതിന് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നേരത്തെ 83 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ശ്മശാന നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനത്തിനെത്തിയ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. കുഞ്ഞിരാമൻ, വൈസ് പ്രസിഡന്റ് K. ആയിഷ, വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മോഹനൻ ചെറുകര തുടങ്ങിയവരെയാണ് പ്രദേശത്തുകാർ തടഞ്ഞത്. എളാട് പ്രദേശത്ത് ഗ്യാസ് ശ്മശാനം നിർമ്മിച്ചാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ശ്മശാന നിർമ്മാണത്തിൽ നിന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ പിന്തിരിയണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. നിരവധി ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ T. ഗിരീഷ് കുമാർ പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിനു ശേഷം ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ശ്മശാനത്തിനെതിരെ ഇവിടെ സമരം ചെയ്തിട്ട് എളാട്ടിലുണ്ട്. അപ്പൊ അതിന് ആയിരക്കണക്കിന് വീടുകളും ആയിരക്കണക്കിന് വ്യക്തികളും ഇവിടെ താമസിക്കുന്നതാണ്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ഇതിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് തടസ്സം നിന്നേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾ ഇട്ടുവിട്ടപ്പോഴേക്ക് പെരുന്നാളിന്റെ സ്ഥല SI ഇവിടെ വന്നു. സ്ഥല SI ഞങ്ങൾക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. സ്ഥല SI പറഞ്ഞത് നാളെ കളക്ടറെ ചേംബറിൽ വെച്ചിട്ട് 2 ടീമുമായിട്ട് കൂടി ചർച്ച ചെയ്തതിനു ശേഷം അതിനുശേഷം ഇന്ന് തറക്കല്ലിട്ട് പോയിക്കോട്ടെ, ആ ചർച്ച ചെയ്തതിനു ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞത്. SI ഞങ്ങൾക്ക് ഉറപ്പ് വന്നത് ഈ ചർച്ചയുടെ മുന്നേ ഇതിന് പിന്നെ നാളെ വീണ്ടും വർക്ക് തുടങ്ങി എന്തെങ്കിലും ചെയ്താണ് നാട്ടുകാർ കൂടിയിട്ട് ആ വർക്ക് പൊളിച്ചിടാനാണ് ഞങ്ങൾക്ക് SI ഉറപ്പ് വന്നത്. ആ ഉറപ്പിനനുസരിച്ച് SIയുടെ തീരുമാനത്തിനനുസരിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നിക്കാണ്. കളക്ടർക്കും സബ് കളക്ടർക്കും CIക്കും DSPക്കും ഒക്കെ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് അനുസരിച്ച് അവരോട് ചർച്ച നടത്തിയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ആധുനിക പെട്രോളിയം വാതക ശ്മശാനത്തിന് പ്രസിഡന്റ് C. കുഞ്ഞിരാമൻ തറക്കല്ലിട്ടു. KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 36 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആധുനിക ശ്മശാനം നിർമ്മിക്കുന്നത്. പ്രദേശത്തുകാരുടെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് പ്രസിഡന്റ് കുഞ്ഞിരാമൻ പറഞ്ഞു. എളാട് ഗ്യാസ് ശ്മശാനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്തിന് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നടത്താനെത്തിയപ്പോഴാണ് എതിർപ്പുകൾ മനസ്സിലായതെന്നും പ്രദേശത്തുകാരുടെ ആശങ്ക ദൂരീകരിക്കുമെന്നും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. കുഞ്ഞിരാമൻ പറഞ്ഞു. സാധാരണക്കാര് ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ഒരു വലിയ വിഷയമല്ല. 4 സെന്റ് 5 സെന്റ് 3 സെന്റ് സ്ഥലത്താണ് ഇത് വീട് കയറ്റുന്നത്. അത്തരം പാവപ്പെട്ട ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നുള്ള ഒരു സൗകര്യത്തോടു കൂടിയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ തുടങ്ങാൻ കാരണം. ഇവിടെ ആളുകൾക്കുള്ള ആശങ്ക ഇതുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഓരോ ആശങ്കകളുണ്ട്. ഏതായാലും ഇന്നത്തെ വരെ പഞ്ചായത്തിനെയോ അതേപോലെ തന്നെ പ്രസിഡന്റിനെയോ ഭരണസമിതിയെയോ ഇവിടെ ആ ശ്മശാനം തുറന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഇന്നത്തെ വരെ ഈ നിമിഷം വരെ അവരെ അറിയിച്ചിട്ടില്ല. അവരിതിന് മുമ്പ് അറിയിക്കേണ്ടതായിരുന്നു. അല്ല അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അറിയിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ അവർക്ക് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുള്ള ആശങ്ക എന്താണെന്ന് മനസ്സിലാക്കി അത് ദൂരീകരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ചെയ്യും. ശിലാസ്ഥാപന ചടങ്ങിൽ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ആയിഷ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. ഗോവിന്ദപ്രസാദ്, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ മോഹനൻ ചെറുകര, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C. സുകുമാരൻ, രത്നവല്ലി, രാജലക്ഷ്മി, CP ഭാർഗവി, ശങ്കരനുണ്ണി, സുന്ദരേഷ്, സെക്രട്ടറി M. മുകുന്ദൻ, PK ഹംസ, ഏലേടത്ത് ശിവശങ്കരൻ, MR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 1982-ൽ 7 പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ശ്മശാനം നിർമ്മിക്കുന്നതിന് എളാട് പ്രദേശത്ത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് 83 സെന്റ് സ്ഥലം വാങ്ങിയത്.
എന്നാൽ അക്കാലത്തെ വിശ്വാസവും സൗകര്യവും കണക്കിലെടുത്ത് മിക്കവരും ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുവില്ലാമലയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അടുത്ത കാലത്തായി തിരുവില്ലാമലയിൽ പഞ്ചായത്തിന് പുറത്തുനിന്നുള്ളവരുടെ ശവസംസ്കാരം നിരോധിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ഏലംകുളം ഗ്രാമപഞ്ചായത്തിന് ശ്രമഫലമായി KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കാൻ 30 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. പരിസര മലിനീകരണമില്ലാത്ത പാചകവാതകം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക ശ്മശാനമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിസര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഫോർഡിനാണ് ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണ ചുമതല. ചെറുപ്പശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ കിരീടം. പുലാപ്പറ്റയിൽ 3 ദിവസമായി നടന്നു വന്ന കലോത്സവം സമാപിച്ചു. ചെറുപ്പുളശ്ശേരി ഉപജില്ലയിലെ 79 വിദ്യാലയങ്ങളിൽ നിന്നായി 2604 വിദ്യാർത്ഥികളാണ് 3 ദിവസം നീണ്ടുനിന്ന കലോത്സവത്തിൽ പങ്കെടുത്തത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 160 പോയിന്റുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം നേടി. 146 പോയിന്റോടെ ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 2ാം സ്ഥാനം. ഹൈസ്കൂൾ വിഭാഗത്തിലും 175 പോയിന്റോടെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് തന്നെയാണ് കിരീടം. 152 പോയിന്റുമായി ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 147 പോയിന്റുമായി കാട്ടുകുളം AKN MMAM ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും നേടി. UP ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിലും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ ഒന്നാമതെത്തി. ഹൈസ്കൂൾ വിഭാഗം അറബിക് കലോത്സവത്തിൽ 80 പോയിന്റ് നേടി പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് 1ാം സ്ഥാനം. 71 പോയിന്റ് നേടി അടയ്ക്കാപുത്തൂർ PTB സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളും ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. UP വിഭാഗം സംസ്കൃതോത്സവത്തിൽ അടയ്ക്കാപുത്തൂർ AUP സ്കൂളും തിരുവാഴിയോട് മഹാത്മാ UP സ്കൂളും 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കടമ്പഴിപ്പുറം ഹൈസ്കൂളിനാണ് 2ാം സ്ഥാനം. LP വിഭാഗത്തിൽ 49 പോയിന്റ് നേടി പെരുമാങ്ങോട് ALP സ്കൂൾ കിരീടം നേടി. 40 പോയിന്റ് വീതം നേടി കാറൽമണ്ണ NNM UP സ്കൂളും വെള്ളിനേഴി GLP സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. ലാസ്യ ഭാവ താള ലയങ്ങൾ കലാസ്വാദകർക്ക് മുമ്പിൽ എത്തിച്ച് ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു. 3 ദിവസങ്ങളിലായി പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നത്. കലാപ്രതിഭകൾ ആടിയും പാടിയും തങ്ങളുടെ കഴിവുകൾ ആസ്വാദകർക്ക് മുൻപിൽ എത്തിച്ച് ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി. സംസ്കൃത നാടകം, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട്, അർബനമുട്ട, ദഫ്മുട്ട, പൂരക്കളി, പഞ്ചവാദ്യം തുടങ്ങിയ 27 ഇനങ്ങളിലാണ് സമാപന ദിവസമായ വ്യാഴാഴ്ച മത്സരങ്ങൾ നടന്നത്. കൂടാതെ ഉമ്മനേരി ALP സ്കൂളിൽ നടന്ന സംസ്കൃതോത്സവത്തിൽ അഷ്ടപതി, ഗാനാലാപനം, സംഘഗാനം, കഥകളി സംഗീതം എന്നിവയിലും മത്സരങ്ങൾ നടന്നു. മാത്രമല്ല സ്കൂൾ ഗ്രൗണ്ടിൽ ബാൻഡ് ഡിസ്പ്ലേയും ഉണ്ടായിരുന്നു. ഉപജില്ലാ പരിധിയിലെ 64 LP, 26 UP, 11 ഹൈസ്കൂൾ, 8 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 2604 മത്സരാർത്ഥികളാണ് 3 ദിവസങ്ങളായി നടന്നുവന്ന കലാമേളയിൽ മാറ്റുരച്ചത്. കലോത്സവത്തിന്റെ ആദ്യ 2 ദിവസം 16 വേദികളിലും സമാപന ദിവസം ഗ്രൗണ്ട് ഉൾപ്പെടെ 10 വേദികളിലുമാണ് മത്സരങ്ങൾ നടന്നത്. 3 ദിവസങ്ങളിലും പ്രധാന 5 വേദികളിലാണ് ഡാൻസ് ഇനങ്ങൾ നടന്നത്. 8 വർഷത്തിനു ശേഷം പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ തേടി എത്തിയ ഉപജില്ലാ കലോത്സവത്തെ ഉത്സവ പ്രതീതിയോടെയാണ് സംഘാടകർ വരവേറ്റത്. പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപന ദിവസമായി വ്യാഴാഴ്ച അരങ്ങേറിയ ബാൻഡ് ഡിസ്പ്ലേ മത്സരത്തിൽ ഒരേ സ്കൂളിലെ 2 ടീമുകൾ പങ്കെടുത്തത് ശ്രദ്ധേയമായി. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് ബാൻഡ് ഡിസ്പ്ലേ ഇനത്തിൽ പങ്കെടുത്തത്. പാലക്കാട് റവന്യൂ ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ സ്കൂൾ ഏറെ ചിലവ് വരുന്ന ബാൻഡ് ഡിസ്പ്ലേ ഇനത്തിൽ മത്സരിക്കുന്നത്. കലോത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ബാൻഡ് ഡിസ്പ്ലേ മത്സരം നടന്നത്. ഈ ഇനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടന്നത്. ഈ ഇനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് മത്സരിച്ചത്. ഈ മത്സര ഇനത്തിനേറെ ചിലവ് വരുന്നതുകൊണ്ടാണ് മറ്റു സ്കൂളുകൾ ഈ ഇനത്തിൽ പങ്കെടുക്കാതിരുന്നതും. ഏകദേശം 25,000-ലധികം രൂപയാണ് ഈ ഇനത്തിനായി ചിലവ് വരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 25,000 രൂപയ്ക്ക് പുറമെ അധിക ചിലവും വേണ്ടി വരുന്നുണ്ട്. ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA ഫണ്ടും അധ്യാപകർ പിരിവെടുത്തുമാണ് ഉപകരണങ്ങൾ വാങ്ങിയതും ഉപജില്ലയിൽ മത്സര ഇനമായി അവതരിപ്പിച്ചതും. 20 കുട്ടികൾ 20 മിനിറ്റ് കൊണ്ടാണ് ബാൻഡ് ഡിസ്പ്ലേ നടത്തുന്നത്. ഈ സംഘത്തിൽ ഒരു ക്യാപ്റ്റൻ, 6 ട്രംപറ്റ്, 4 സൈഡ് ഡ്രം, 1 ബേസ് ഡ്രം, 2 സിംബൽ, 4 സാക്സഫോൺ എന്നിവയാണ് ബാൻഡ് ഡിസ്പ്ലേ ടീമിലുള്ളത്. കലോത്സവത്തിലെ ഈ ഇനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എതിരില്ലാതെയാണ് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ
ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. കലോത്സവത്തിലെ പുതിയ ഇനമായ വഞ്ചിപ്പാട്ടും നാടൻപാട്ടും ചടുലമായ ചുവടുകളോടും ഈണത്തോടും കൂടിയാണ് മത്സരാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചത്. മുഖ്യധാരാ സംഗീതത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട വഞ്ചിപ്പാട്ടും നാടൻപാട്ടും കലോത്സവ വേദിയിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയത് ഇവയ്ക്കുള്ള അംഗീകാരമായാണ് ആസ്വാദകരും അധ്യാപകരും കാണുന്നത്. മുഖ്യധാരാ സംഗീതത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട വഞ്ചിപ്പാട്ടും നാടൻപാട്ടും ഈ വർഷം മുതലാണ് സ്കൂൾ കലോത്സവ വേദികളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഒപ്പന, കേരള നടനം തുടങ്ങിയ ഇനങ്ങൾ വേദിയിൽ അരങ്ങു തകർക്കുമ്പോഴും നാടൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട വഞ്ചിപ്പാട്ടിനെയും നാടൻപാട്ടിനെയും സ്കൂൾ കലോത്സവ വേദികളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയായിരുന്നു. സംസ്കാരവും പഴമയും പാരമ്പര്യവും കലയിലൂടെ ഉണർത്തുകയായിരുന്നു ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലൂടെ വഞ്ചിപ്പാട്ടും നാടൻപാട്ടും കാണികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. പുലാപ്പറ്റ MNKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ വ്യാഴാഴ്ച വേദി 2-ലാണ് പുതിയ ഇനങ്ങളായ വഞ്ചിപ്പാട്ടും നാടൻപാട്ടും അരങ്ങേറിയത്. ഇതിൽ 7 സംഘങ്ങൾ വഞ്ചിപ്പാട്ടും 14 സംഘങ്ങൾ നാടൻപാട്ടും അവതരിപ്പിച്ചു. നാടൻപാട്ട് മത്സരത്തിന് വേഷവിധാനത്തിൽ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും വഞ്ചിപ്പാട്ടിന് വെള്ളമുണ്ടും വെള്ള ബനിയനും തലയിൽ കെട്ടുമായാണ് മത്സരാർത്ഥികൾ വേദിയിലെത്തിയത്. ഇരു മത്സരങ്ങളുടെയും ചലനത്തിനും പാട്ടിന്റെ ഈണത്തിനുമാണ് പ്രാധാന്യം നൽകുന്നത്. നാടൻപാട്ട്, വഞ്ചിപ്പാട്ട് മത്സരങ്ങൾക്ക് 10 മിനിറ്റാണ് സമയം നൽകിയിരിക്കുന്നത്. ഒരു സംഘത്തിൽ 10 അംഗങ്ങളാണ് വഞ്ചിപ്പാട്ടിൽ മത്സരിക്കുന്നത്. ആറന്മുള വള്ളംകളി ശൈലിയിലാണ് ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ വഞ്ചിപ്പാട്ട് അരങ്ങേറിയത്. നാദോന്നത താളത്തിലാണ് വഞ്ചിപ്പാട്ട് അരങ്ങേറിയത്. വഞ്ചിപ്പാട്ടിനെയും നാടൻപാട്ടിനെയും കൂടാതെ ചവിട്ടുനാടകം, ഉറുദു ഗസൽ, നങ്ങ്യാർകൂത്ത് എന്നീ പുതിയ ഇനങ്ങളും ചെർപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ അരങ്ങേറി. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ പുതിയ ഇനമായ വഞ്ചിപ്പാട്ടാണ് ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിവസവും സമാപന ദിവസവുമായ വ്യാഴാഴ്ച വേദി 2-ൽ അരങ്ങേറിയത്. അത് അവതരിപ്പിച്ച ചെർപ്പളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിക്കാം. എത്ര ദിവസം കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്? 1 മാസം. എത്ര വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത്? 10 പേര്. ഇത് ഏത് ശൈലിയിലാണ് അവതരിപ്പിച്ചത്? ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത്. എത്ര മിനിറ്റാണ് ഇത്? അത് 10 മിനിറ്റ്. നമുക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടിയിട്ട് 2 പേരും മൂളുന്നതായിരിക്കും. തിരുവാറന്മുളനാഥൻ ഗുരുവായി വന്നാരുളേന, തിരുവാറന്മുളനാഥൻ ഗുരുവായി വന്നാരുളേൻ. ചെയ്തതോ ചിന്തതിട്ടോ മിട്ടോ തിരിതോ പിഴകളെല്ലാം ഒഴിച്ച് പിഴകളെല്ലാം ഒഴിച്ച് ഇത്തിത്താതി ചെയ്തോ. ആ പിഴകളെല്ലാം ഒഴിച്ച് കനിടണേ ഹൊയ്. പിഴകളെല്ലാം ഒഴിച്ച് കനിടണേ ഹൊയ്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ നിഖിൽ രാജിനോടൊപ്പം ജിനു ശ്രീകൃഷ്ണപുരം, ഡൻസിറ്റി ന്യൂസ്. താഴേക്കോട് വെച്ച് നടന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച റിപ്പോർട്ടിംഗിനുള്ള പ്രത്യേക പുരസ്കാരം ഡൻസിറ്റി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സത്താർ ആനമങ്ങാട് ലഭിച്ചു. പെരിന്തൽമണ്ണ AO VM ഇന്ദിരയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇരട്ട ആനുകൂല്യം പറ്റിയെന്ന ആരോപണം CPM-ന് ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള അസഹിഷ്ണുതയാണെന്ന് കോൺഗ്രസ്. ഇരട്ട ആനുകൂല്യം പറ്റുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നവർ അധ്യാപകനായ സ്വന്തം അംഗത്തെ രാജിവെപ്പിച്ച് മാതൃക കാട്ടണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീവത്സൻ അധ്യാപകനായി സ്കൂളിൽ നിന്നും പ്രസിഡന്റായി പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന ആരോപണമാണ് ഉയർന്നത്. ഇക്കാര്യത്തിൽ ലക്കിടിപ്പേരൂർ CPM ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതിയിൽ തൃശൂർ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണമാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിഷേധിച്ചത്.
സ്കൂൾ സമയം കഴിഞ്ഞതിനു ശേഷം പഞ്ചായത്തിന്റെ ഭരണപരമായ ആവശ്യവുമായി വിവിധ സ്ഥലങ്ങളിൽ പോയതിന്റെ യാത്രാ ചെലവ് മാത്രമാണ് കൈപ്പറ്റിയിട്ടുള്ളത്. ഇത് നിയമവിരുദ്ധമല്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അധ്യാപകർക്ക് അവധിയെടുക്കാനാകും. ഇതും ഉപയോഗിച്ചിട്ടുണ്ടെന്നും കെ ശ്രീവത്സൻ പറഞ്ഞു. മറ്റെല്ലാ ആരോപണവും അടിസ്ഥാനരഹിതമാണ്. CPM-ന് ഭരണം നഷ്ടപ്പെട്ടതിലുള്ള അസഹിഷ്ണുതയാണെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS ഷാജഹാനും പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ലക്കിടിപ്പേര പഞ്ചായത്തിലെ UDF-ന്റെ കൈകൾ ശുദ്ധമാണ്. ഇതിനകത്ത് ഒരു രൂപ അഴിമതി എന്ന് പറയാൻ ഞങ്ങൾ അനധികൃതമായിക്കൊണ്ട് ഗവൺമെന്റ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി ഞങ്ങൾ അനധികൃതമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ ഗവൺമെന്റിന് എതിരായിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു അനധികൃത രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓണറുടെയും അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ശമ്പളവും ഇവിടെ പറ്റിയിട്ടില്ല. ഈ ലക്കിടിപ്പേര പഞ്ചായത്തിനകത്ത് തന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ CPM-ന്റെ പഞ്ചായത്ത് മെമ്പറുമാണ്, അദ്ദേഹം അധ്യാപകനുമാണ്. ഞങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കാതിരുന്നത് കേരളത്തിൽ വ്യാപകമായിക്കൊണ്ട് ഇതിനകത്തൊരു പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയമൊന്നും ഒരു ആരോപണ വിധേയമാക്കാതിരുന്നത്. ഒരന്വേഷണവും രേഖാമൂലം പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. കോടതിയിൽ ഇക്കാര്യം നിയമപരമായി നേരിടും. രാഷ്ട്രീയമായ പ്രചരണത്തെ അങ്ങനെയും നേരിടും. 1 രൂപയുടെ പോലും അഴിമതി ഭരണസമിതി നടത്തിയിട്ടില്ല, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CP ഷംസുദ്ദീൻ, PA ഷൌക്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ 25-ന് ചെറുപ്പശ്ശേരിയിൽ നടക്കും. 600-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ ചെറുപ്പശ്ശേരി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപ്പശ്ശേരി ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സുർജിത് സിംഗ് നഗറിലാണ് നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. CP മുഹമ്മദ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലയിൽ നിന്ന് 600-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് MP രവീന്ദ്രൻ പറഞ്ഞു. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടനയാണ്. അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കൂടെ വന്നിട്ടുള്ളത്. ഇന്നിവിടെ വരാനുണ്ടായ ഒരു കാരണം ഞങ്ങളുടെ സംഘടനയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം ചെറുപ്പശ്ശേരിയിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. 25/11/2012 അതായത് നവംബർ 25-ാം തീയതി രാവിലെ 9 മണിക്ക് ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA CP മുഹമ്മദ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. യൗവനാവസാനത്തോടെ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന വിമുക്ത പഠന അർഹമായ പ്രാതിനിധ്യം തുടർന്നുള്ള കാലയളവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ദീർഘകാലത്തെ വിവിധ ആവശ്യങ്ങൾ ചിലത് അനുവദിക്കാൻ നിലവിലെ പ്രതിരോധ മന്ത്രി AK ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയുണ്ടെന്നും MP രവീന്ദ്രൻ പറഞ്ഞു. നിർജീവമായ സംസ്ഥാന വിമുക്ത ഭട വികസന കോർപ്പറേഷൻ സംഘടനാ പ്രാതിനിധ്യത്തോടെ പുനഃസംഘടിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 25-ാം തീയതി രാവിലെ 9 മണിക്ക് സംഘടനാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ആശുപത്രിയുടെയും റാലിയും ചെറുപ്പശ്ശേരി ടൗണിൽ നടക്കും. പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കോർഡിനേറ്റർ സേതുമാധവൻ, ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ, ഉണ്ണികൃഷ്ണൻ, U കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 12ാമത് ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ വള്ളുവനാട് വിദ്യാഭവനിൽ ആരംഭിക്കും. ടൂറിസം മന്ത്രി AP അനിൽകുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 52 വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 ദിവസങ്ങളിലായാണ് 12ാമത് മലപ്പുറം ജില്ലാ വിദ്യാനികേതൻ കലോത്സവം പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ അരങ്ങേറുന്നത്. 7 വേദികളിലായി മത്സരങ്ങൾ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ KC ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭാരതീയ വിദ്യാഭവൻ സംസ്ഥാന ഉപാധ്യക്ഷൻ T സുമതി ഹരിദാസ്, കേരള പ്രൈവറ്റ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ PP യൂസഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് K ഭാസ്കരൻ, KM ഗോപാലകൃഷ്ണൻ, VM സുന്ദരേശൻ ഉണ്ണി, M ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെറുകര മുതുകുറിശി PWD റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 2012-2013 വർഷത്തെ പദ്ധതിയിൽ PWD അനുവദിച്ച് 2 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. ചെറുകര മുതൽ മുതുകുറിശി വരെയുള്ള 6.5 കിലോമീറ്ററോളം വരുന്ന റോഡാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ 2012-2013 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. BMBC സംവിധാനത്തിലാണ് റോഡിന്റെ നവീകരണം. 5.5 മീറ്ററാക്കി വീതി കൂട്ടിയാണ് റോഡിന്റെ നിർമ്മാണം. റോഡ് നവീകരണത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലമ്പൂർ ത്രിമുദി നിർമ്മാണ കമ്പനിക്കാണ് റോഡിന്റെ നിർമ്മാണ ചുമതല. അടുത്ത ആഴ്ചയോടെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്ന് പെരിന്തൽമണ്ണ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗീത അറിയിച്ചു.
പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് KSSPU മാർച്ച് നടത്തി. പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPU സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന റിലേ ധർണയുടെ ഭാഗമായാണ് പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന യോഗം KSSPU സംസ്ഥാന കൌൺസിൽ അംഗം MK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് ഈ ധർണ? ഇതിനു മുമ്പ് സൂചിപ്പിക്കേണ്ടായി. അതായത് പെൻഷൻ കുറെ വർദ്ധിപ്പിക്കണമെന്നല്ല പെൻഷൻകാരുടെ ആവശ്യം. ന്യായമായ അവകാശങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതര സംസ്ഥാന സർക്കാരുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമരരംഗത്ത് നിലകൊള്ളുന്നത്. സ്വാമിനാഥൻ, ജനാർദ്ദനൻ, CP ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ മണ്ണാർക്കാട് താലൂക്ക് തല സഹകരണ വാരാഘോഷം സമാപിച്ചു. മുൻ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA ഉമ്മർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഏർപ്പെടുത്തിയ 3 അവാർഡുകൾ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചു. 2011-2012 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒന്നാമത്തെ സർവീസ് സഹകരണ ബാങ്കിനും 33ാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച സംഘത്തിനും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നീതി സ്റ്റോറിനുമുള്ള അവാർഡുകളാണ് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചത്. ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ സർവീസ് സഹകരണ ബാങ്കിനുള്ള അവാർഡുകൾ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കും പങ്കിട്ടു. 33ാമത് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ടുകൾ ആരംഭിച്ചതിനുള്ള അവാർഡും അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഭവന നിർമ്മാണ സഹകരണ സംഘത്തിനുള്ള അവാർഡ് കുമരമ്പത്തൂർ ഹൌസിംഗ് സൊസൈറ്റിക്ക് ലഭിച്ചു. ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച അർബൻ ക്രെഡിറ്റ് സഹകരണ സംഘമായി അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സംഘത്തെ തിരഞ്ഞെടുത്തു. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ് അധ്യക്ഷത വഹിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M പുരുഷോത്തമൻ, KA സുദർശനകുമാർ, TR സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് TA സിദ്ദീഖ്, P പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൂക്കോട്ടുകാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത ദ്വാദശ സപ്താഹ സത്രം നടത്തുന്നു. ഡിസംബർ 12 മുതൽ 23 വരെയുള്ള ദിവസങ്ങളാണ് പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 ആചാര്യന്മാർ ഒരേ സമയം ഭാഗവത പാരായണം നടത്തുന്നതാണ് ഭാഗവത ദ്വാദശ സപ്താഹ സത്രം. കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി സപ്താഹ സത്രത്തിന്റെ കാർമ്മികത്വം വഹിക്കും. ചടങ്ങുകൾക്കൊപ്പം പ്രഭാഷണങ്ങൾ, ഭജൻസ്, സാംസ്കാരിക കലാപരിപാടികൾ എന്നിവയും നടക്കും. ഡിസംബർ 12, 13, 14 തീയതികളിൽ അണ്ടലാടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ലക്ഷാർച്ചനയും സർവൈശ്വര്യ പൂജയും ഉദയാസ്തമയ പൂജയും ഉണ്ടാകും. ഭാഗവത സ്വദ്വായ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. പ്രസിഡന്റ് KP വാരിജാക്ഷൻ നായർ, സെക്രട്ടറി CP ഗിരീഷ് മണ്ണാടിയാർ, എക്സിക്യൂട്ടീവ് ഓഫീസർ PA നാരായണൻ, CP ശങ്കരനാരായണൻ, K വിശ്വനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് എളാട് നിർമ്മിക്കുന്ന ആധുനിക ശ്മശാനത്തിനെതിരെ നാട്ടുകാർ. ശിലാസ്ഥാപനത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും നാട്ടുകാർ തടഞ്ഞു. ചെറുപ്പശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരത്തിന് വീണ്ടും നക്ഷത്ര തിളക്കം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറിക്ക് ഓവറോൾ കിരീടം. UP വിഭാഗത്തിൽ കുലിക്കിലിയാട് SAV UP സ്കൂളിനും LP വിഭാഗത്തിൽ പെരുമാങ്ങോട് LP സ്കൂളിനും കിരീടം. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സൻ ഇരട്ട ആനുകൂല്യം പറ്റിയെന്ന പരാതി. CPM-ന് ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള അസഹിഷ്ണുതയെന്ന് കോൺഗ്രസ്. ഭാരതീയ വിദ്യാനികേതൻ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച മുതൽ പെരിന്തൽമണ്ണയിൽ. 2000-ഓളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കലോത്സവം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ 25-ന് ചെറുപ്പശ്ശേരിയിൽ. വിമുക്ത ഭടന്മാർക്ക് അർഹമായ പരിഗണന സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ലെന്നും സംഘടന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.